ഹായ് ഓൾ, എല്ലാവർക്കും ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് RCC. നമ്മൾ സബ്ജക്റ്റ് ഒക്കെ തിയറി ക്ലാസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഇതൊരു മിക്സഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. പ്രീവിയസ് ഇയർ, ഓവർസിയർ ലെവൽ എക്സാം, അതുപോലെ തന്നെ ലെവൽ എക്സാമിന് ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വെരി യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ക്ലാസ്സിലോട്ടേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the maximum ratio of span to effective depth for cantilever beam. ശ്രദ്ധിക്കുക, നമ്മളോട് ചോദിച്ചത് മാക്സിമം റേഷ്യോ ഓഫ് സ്പാൻ ടു ഇഫക്റ്റീവ് ഡെപ്ത് L/D റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചത്. ഏത് ബീമിന്? കാന്റിലിവർ ബീമിനാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എന്താണ്? 8, 15, 20, 26. ഇതാണ് നമുക്ക് ഓപ്ഷൻ തന്നത്. സോ നമുക്ക് ജസ്റ്റ് സ്പാൻ ബൈ ഇഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ ഫോർ കാന്റിലിവർ സിംപ്ലി സപ്പോർട്ടഡ് കണ്ടിന്യൂസ്ലി, ഇതൊക്കെ എത്രയാണ് ആൻസർ വരിക നമുക്ക് നോക്കാം. സ്പാൻ ബൈ ഇഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ, സ്പാൻ ബൈ ഇഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ. സോ ആദ്യം നമുക്ക് കാന്റിലിവർ ആണ് നമ്മളോട് ചോദിച്ചത് അല്ലെ. സോ കാന്റിലിവറിന് നമ്മുടെ L/D റേഷ്യോ വരുന്നത് 7 ആണ്. 7 ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിന് നമ്മുടെ L/D റേഷ്യോ വരുന്നത് 20 ആണ്. ആൻഡ് കണ്ടിന്യൂസ് ബീമിന്റെ കേസിലാണെങ്കിൽ നമ്മുടെ സ്പാൻ ബൈ ഇഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ വരുന്നത് 26 ആണ്. 26. അപ്പൊ നമുക്ക് നോക്കാം. കാന്റിലിവർ ബീമിനാണ് 7 വരുന്നത് L/D റേഷ്യോ. അപ്പൊ ഈ 7നോട് അടുത്ത ആൻസർ എത്രയാണ്? 8 ഉണ്ട്. ഓക്കെ, 7നോട് അടുത്ത ആൻസർ എന്ന് പറയുന്നത് 8 ആണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. 8 ഈസ് ദ ആൻസർ. അപ്പൊ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് കാന്റിലിവർ ബീമിന്റെ L/D റേഷ്യോ എത്ര? 7 ആണ് വരുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിന് 20 ആണ് വരുന്നത്. കണ്ടിന്യൂസ് ബീമിന് 26 ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഫ്ലക്ഷൻ, ദ മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് അറ്റ് ദ ഔട്ടർമോസ്റ്റ് കംപ്രഷൻ ഫൈബർ ഇൻ ബെൻഡിങ് ഈസ് ടേക്കൺ ആസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മിക്കവാറും കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. ഔട്ടർമോസ്റ്റ് കംപ്രഷൻ ഫൈബർ ഇൻ ബെൻഡിങ് ഈസ് ടേക്കൺ ആസ്. എത്രയാണ് ആൻസർ വരിക? ഔട്ടർമോസ്റ്റ് കംപ്രഷൻ ഫൈബർ ഇൻ ബെൻഡിങ് ഫോർ കോൺക്രീറ്റ് എത്രയാണ് ആൻസർ? 0.0035 ആണ് കേട്ടോ. ഔട്ടർമോസ്റ്റ് കംപ്രഷൻ ഫൈബർ ഇൻ ബെൻഡിങ്. ഇപ്പൊ ഡയറക്റ്റ് കംപ്രഷൻ ആണ് ചോദിച്ചതെങ്കിലോ? ഇപ്പൊ ബെൻഡിങ്ങിന്റെ മാക്സിമം സ്ട്രെയിൻ ആണ് ചോദിച്ചത്. ഡയറക്റ്റ് കംപ്രഷൻ ആണെങ്കിൽ മാക്സിമം സ്ട്രെയിൻ എത്രയാണ് വരിക? 0.002 ആണ്. ആ വാല്യൂ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ മാക്സിമം strain in concrete at outermost compression fiber in bending is 0.0035. Direct compression, the value is 0.002 ആണ് മാക്സിമം സ്ട്രെയിൻ വരുന്നത്. നമ്മളോട് ബെൻഡിങ് ആണ് ചോദിച്ചതല്ലേ. നമ്മുടെ ആൻസർ എത്രയാണ്? 0.0035. ശ്രദ്ധിക്കണം, ഈ 00 വെരി ഇമ്പോർട്ടന്റ് ആണ്, മാറിപ്പോകരുത്. ഓപ്ഷനിൽ തന്നെ 0.035 ഉണ്ട്. അപ്പൊ 0.0035 ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഡയറക്റ്റ് കംപ്രഷൻ ആണ് ചോദിച്ചതെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 0.002. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The maximum spacing of shear reinforcement measured along the axis of the member should not exceed. The maximum spacing of shear reinforcement ആണ് ചോദിച്ചത്. measured along the axis of the member should not exceed. എത്രയാണ് നമ്മുടെ മാക്സിമം സ്പേസിംഗ് ഫോർ ഷിയർ റീഇൻഫോഴ്സ്മെന്റ്? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മാക്സിമം സ്പേസിംഗ് ഫോർ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് എത്രയൊക്കെയാണ് നമ്മുടെ വാല്യൂസ് വരുന്നത്? ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 0.75 d. ഓക്കെ, അതേതാണ്? ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ മാക്സിമം സ്പേസിംഗ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 0.75 d ആണ്. ആൻഡ് ഇൻക്ലൈൻഡ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ ദ മാക്സിമം സ്പേസിംഗ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ d ഫോർ ഇൻക്ലൈൻഡ്. Okay, and the maximum spacing of shear reinforcement measure, and also it should not exceed 350 mm. So നമ്മളോട് ക്വസ്റ്റ്യൻ എന്താണ്? മാക്സിമം സ്പേസിംഗ് ഓഫ് ഷിയറിംഗ്. നമുക്ക് ഡയമീറ്റർ ഓഫ് ദ ബാർ ഒന്നും തന്നെ തന്നിട്ടില്ല അല്ലെ. അപ്പൊ ഡയമീറ്റർ ഓഫ് ദ ബാർ തന്നെങ്കിൽ മാത്രമേ നമുക്ക് ഡയമീറ്റർ വെച്ചിട്ട് സ്പേസിംഗ് എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളോട് ജസ്റ്റ് ചോദിച്ചത് മാക്സിമം സ്പേസിംഗ് ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് മെഷേർഡ് അലോങ് ദ ആക്സിസ് ഓഫ് ദ മെമ്പർ ഷുഡ് നോട്ട് എക്സീഡ്. അപ്പൊ നമുക്ക് പറയാം 350 mm ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഷുഡ് നോട്ട് എക്സീഡ് 350 mm. ഈ 3 വാല്യൂസ് പഠിച്ചു നോക്കണം.
should not be greater than 0.75D, should not be greater than D, and it should not exceed 350 mm. ഓക്കെ ആണല്ലോ. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഫസ്റ്റ് ഓപ്ഷൻ ആണ് 350 mm. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the strength of a compression member with helical reinforcement, the strength of similar member with the lateral ties. നമുക്ക് നോർമൽ കോളംസ് ഉണ്ട്, സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ കോളത്തിന്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്താണ്, നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ വ്യൂ തന്നെ നോക്കാം, വരുന്നത് ലാറ്ററൽ ടൈസ് ആണ് ഉണ്ടാവുന്നത്, ലാറ്ററൽ ടൈസ് ആണ്. എന്നാൽ ഒരു സർക്കുലർ കോളത്തിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്, ടൈസ് ഇൻ ദ ഫോം ഓഫ് ഹെലിക്സ് ആണ്, ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇതിന്റെ സ്ട്രെങ്ത്തുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ചോദിച്ചത്. ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി, പി യു ഇസ് ഈക്വൽ ടു, നമുക്കറിയാം പി യു ഇസ് ഈക്വൽ ടു 0.4 FCK AC പ്ലസ് 0.67 FI AC, നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. സോ നമ്മുടെ പി യു എത്രയാണ്, നമ്മുടെ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് കേസ് വരുമ്പോൾ അത് 5% മോർ ആണ്, ലോഡ് ക്യാരിങ് കപ്പാസിറ്റി 5% മോർ ആണ് ഇൻ ദ കേസ് ഓഫ് ലാറ്ററൽ ടൈസ് വരുന്നത് അല്ലെ. ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ആകുമ്പോൾ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി 5% മോർ കമ്പയർഡ് ടു ദ കംപ്രഷൻ മെമ്പർ വിത്ത് ലാറ്ററൽ ടൈസ്. അപ്പൊ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.05, 1.05 അല്ലെ. The strength of a compression member with helical reinforcement, the strength of similar member with lateral ties എത്രയാണ്, 5% മോർ ആണ്, ദാറ്റ് ഈസ് 1.05 എന്ന് വരും. ഓക്കെ, ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ 1.05, സെക്കൻഡ് ഓപ്ഷൻ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനിമം സൈസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ് ഇൻ എ കോളം ഷാൽ ബി. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ്, നമ്മുടെ കോളത്തിന് നമ്മൾ യൂസ് ചെയ്യേണ്ട മെയിൻ റീഇൻഫോഴ്സ്മെന്റ് മിനിമം സൈസ് കോഡിന് പറയുന്നുണ്ട്, IS 456 കോഡിൽ പറയുന്നുണ്ട് മിനിമം 12 mm ഡയാ ബാർസ് എങ്കിലും നമ്മൾ കോളത്തിന് മിനിമം നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പൊ മിനിമം എത്രയാണ്, 12 mm ആണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, 12 mm ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the member subjected to torsion shall be designed for fixous shear which is function of the actual shear and torsion. അതായത് ഒരു മെമ്പറിൽ ടോർഷൻ കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ആക്ച്വൽ ഷിയർ പ്ലസ് ടോർഷൻ, അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വലന്റ് ഷിയർ ഫോഴ്സ്. ഇക്വലന്റ് ഷിയർ ഫോഴ്സ് VUE നമ്മൾ പഠിച്ചിട്ടുണ്ട്. VUE is equal to എത്രയാണ് ഇക്വേഷൻ വരുന്നത്, VU പ്ലസ് 1.6 TU ബൈ ബി. TU എന്ന് പറയുന്നത് നമ്മൾ ഷിയർ ടോർഷൻ എന്ന് പറയുന്നത്. VUE is equal to VU പ്ലസ് 1.6 TU ബൈ ബി. ഇതാണ് നമ്മുടെ ഇക്വലന്റ് ഷിയറിന്റെ ഇക്വേഷൻ. അപ്പൊ എന്താണ്, മെമ്പർ സബ്ജക്റ്റഡ് ടു ടോർഷൻ പ്ലസ് ഷിയർ, നമ്മൾ ഇക്വലന്റ് ഷിയറിനാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓൾസോ കോൾഡ് ഫിക്ഷ്യസ് ഷിയർ വിച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ആക്ച്വൽ ഷിയർ ആൻഡ് ടോർഷൻ കോൾഡ് ഇക്വലന്റ് ഷിയർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അങ്ങനെയാണ് ഇക്വലന്റ് ഷിയർ കണ്ടുപിടിക്കുന്നത്. VUE is equal to VU plus 1.6 TU by B. അതാണ് ഇക്വേഷൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the value of the strength of the material below which not more than 5% of the test result are expected to fall. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ എന്തിന്റെയോ ഒരു ഡെഫിനിഷൻ ആണ്, ഒരിക്കലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല, മറന്നു പോകാൻ പാടില്ലാത്തൊരു സിവിൽ എഞ്ചിനീയറെ സംബന്ധിച്ചുകൊണ്ട് ഈ ഒരു ഡെഫിനിഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. എന്തിന്റെ ഡെഫിനിഷൻ ആയത്, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്, FCK യുടെ ഡെഫിനിഷൻ ആണ്. That is the value of the strength of the material below which not more than 5% of the test result are expected to fall. ഈ ഒരു വാല്യൂ FCK is equal to 25 ആണെങ്കിൽ 25-ന് 5% ഓഫ് ദ ടെസ്റ്റ് റിസൾട്ട്, ഈ 25 എന്ന ആൻസറിന് എന്താണ്, 25 എന്ന ആൻസറിന് കൂടുതലായിട്ടുള്ള ടെസ്റ്റ് റിസൾട്ട് 5% കൂടാൻ പാടില്ല, അതാണ് പറയുന്നത്. അപ്പോൾ FCK എത്ര, നമുക്ക് 25 എടുക്കാം. അപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഒരു 100 സാമ്പിൾസ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ 95 സാമ്പിൾസും 25 തന്നെ കാണിച്ചു. എന്നാൽ 5% സാമ്പിൾസ് 23 അല്ലെങ്കിൽ 26 കാണിച്ചു. അപ്പോൾ 5%-ൽ കൂടുതൽ ടെസ്റ്റ് റിസൾട്ട് ഈ 25-ന് കൂടുതലോ കുറവോ കാണിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 25-ന് എന്തായിട്ട് എടുക്കാം, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആയിട്ട് എടുക്കാം. സോ ആൻസർ എന്താണ്, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. അതിന്റെ ഡെഫിനിഷൻ ആണ് മുകളിൽ തന്നത്. The value of the strength of the material below which not more than 5% of the test results are expected to fall is called characteristic compressive strength of the concrete.
Next question. As per IS 456, the cross-sectional area of longitudinal steel in a column should not be less than what? Percentage steel area ASP minimum ASP maximum for കംപ്രഷൻ മെമ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ കോളത്തിന്റെ കേസിൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ, അപ്പൊ മിനിമം ആണ് നമ്മളോട് ചോദിച്ചത്. ഇപ്പൊ ഏരിയ ഓഫ് സ്റ്റീൽ മിനിമം എത്രയാണ് നമ്മുടെ കോളത്തിൽ വരുന്നത്? 0.8% ആണ്. ആൻഡ് മാക്സിമം വരുന്നത് 6% ആണ്. ബട്ട് ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു 4% ബിക്കോസ് ഓഫ് ദ കണ്ടീഷൻ അറ്റ് ജംഗ്ഷൻ അല്ലെ. മാക്സിമം 6% ആണ് ആൻഡ് ലിമിറ്റഡ് ടു 4. അപ്പൊ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ എന്നാണ് ചോദിച്ചത് അല്ലെ. അപ്പൊ 0.8% കുറയാൻ പാടില്ല അല്ലെ. 0.8% കുറയാൻ പാടില്ല. As per IS 456, the cross-sectional area of longitudinal steel in a column should not be less than 0.8% of the area of column. 0.8% of AG ആണ്, area of cross section AG. അതുപോലെ തന്നെ മിനിമം നമ്പർ ഓഫ് ബാർസ് എത്രയാണ് നമ്മൾ കോളത്തിന് കൊടുക്കുന്നത്? ഇപ്പൊ റെക്ടാംഗിൾ കോളംസ് അല്ലെങ്കിൽ സ്ക്വയർ കോളംസ് ആയിട്ടാണെങ്കിൽ മിനിമം നമ്മൾ 4 ബാർസ് കൊടുക്കണം. എന്നാൽ സർക്കുലർ കോളംസ് ആണെങ്കിൽ മിനിമം നമ്മൾ എത്ര ബാർ കൊടുക്കണം? 6 ബാർസ് ആണ് കൊടുക്കേണ്ടത്. 1 2 3 4 5 6. സർക്കുലർ കോളം ആണെങ്കിൽ മിനിമം 6 നമ്പർ ഓഫ് ബാർസ് കൊടുക്കണം. സ്ക്വയർ റെക്ടാംഗുലർ കോളം ആണെങ്കിൽ നമ്മൾ മിനിമം 4 നമ്പർ ഓഫ് ബാർസ് കൊടുത്തിരിക്കണം. Next question. The ratio of diameter of reinforcing bar and the slab thickness is. അപ്പൊ നമ്മൾ സ്ലാബ് ഡിസൈനിന്റെ നമ്മൾ പ്രത്യേകം പഠിച്ചിട്ടുണ്ട് അല്ലെ. സ്ലാബിന്റെ തിക്നെസ് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഇൻ ടേംസ് ഓഫ് ഡയമീറ്റർ ഓഫ് ദ ബാർ അല്ലെങ്കിൽ മാക്സിമം ഡയമീറ്റർ ഓഫ് ദ സ്റ്റീൽ യൂസ്ഡ് ഇൻ സ്ലാബ് എന്ന് പറയുന്നത് എത്രയാണ്? തിക്നെസ് ഓഫ് ദ സ്ലാബ് ഡിവൈഡഡ് ബൈ 8 ആണ്. ദാറ്റ് ഈസ് മാക്സിമം ഡയ ഓഫ് സ്റ്റീൽ ബാർ, സ്റ്റീൽ യൂസ്ഡ് ഇൻ സ്ലാബ്. ഒരു സ്ലാബിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ റീഇൻഫോഴ്സ്മെന്റ് മാക്സിമം ഡയമീറ്റർ എന്ന് പറയുന്നത് തിക്നെസ് മാക്സിമം ഇതിൽ കൂടാൻ പാടില്ല. തിക്നെസ് ഡിവൈഡഡ് ബൈ 8. സ്ലാബിന്റെ ഡെപ്ത് അല്ലെങ്കിൽ തിക്നെസ് ഓഫ് ദ സ്ലാബ് ഡിവൈഡഡ് ബൈ 8 ആണ്. സോ റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ ഡയമീറ്റർ ഓഫ് റീഇൻഫോഴ്സിംഗ് ബാർ ആൻഡ് സ്ലാബ് തിക്നെസ്. അപ്പൊ ഡയ ഡിവൈഡഡ് ബൈ തിക്നെസ് എത്ര വരും? 1/8. ഡയ divided by thickness, dia divided by thickness is equal to 1/8 ആണ് വരിക. 1/8. So correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. 1/8 is the right answer. അതുപോലെ തന്നെ മാക്സിമം ഡയമീറ്റർ ഓഫ് സ്റ്റീൽ യൂസിംഗ് സ്ലാബ് നമ്മൾ thickness by 8. മിനിമം പെർസെന്റേജ് ഓഫ് സ്റ്റീൽ ഫോർ സ്ലാബ് എത്രയാണ്? മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ 0.15% ആണ്. HYSD ബാർ ആണെങ്കിൽ 0.12% ആണ്. അത് ഓർത്ത് വെക്കണം. As per IS specification, modulus of elasticity of concrete can be taken as IS 456 നമ്മുടെ modulus of elasticity EC is equal to 5000 root FCK എന്നാണ്. പക്ഷെങ്കിൽ നമ്മുടെ IS 456 മുന്നേ ഉള്ള IS കോഡിന് EC എന്ന് പറയുന്നത് 5700 റൂട്ട് FCK എന്നാണ്. 5700 റൂട്ട് FCK എന്നാണ് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ EC is equal to 5700 സ്ക്വയർ റൂട്ട് FCK. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ക്വസ്റ്റ്യൻ IS 456 എടുത്ത് പറഞ്ഞിട്ടില്ല അല്ലെ. സോ നമുക്ക് ചൂസ് ചെയ്യാം EC equal to 5700 റൂട്ട് FCK. Next, the minimum distance between horizontal parallel reinforcement of the same size should not be less than. എത്രയാണ് മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ റീഇൻഫോഴ്സ്മെന്റ്? മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ഡയമീറ്റർ ഓഫ് ദ വൺ ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദ മെയിൻ റീഇൻഫോഴ്സ്മെന്റ്. സോ ഡി ആണ് റൈറ്റ് ആൻസർ. 1D ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Next question. According to IS 456-1978, minimum slenderness ratio for a short column is. എത്രയാണ് മിനിമം സ്ലെൻഡർനെസ് റേഷ്യോ ഫോർ എ ഷോർട്ട് കോളം? അപ്പൊ ഷോർട്ട് കോളം നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ സ്ലെൻഡർനെസ് റേഷ്യോ ലെസ് ദാൻ 12 ആണെങ്കിൽ, സ്ലെൻഡർനെസ് റേഷ്യോ ലെസ് ദാൻ 12 ആണെങ്കിലാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? ഷോർട്ട് കോളം എന്ന് പറയുന്നത്. അപ്പൊ സ്ലെൻഡർനെസ് റേഷ്യോ ഇസ് കോൾഡ് L/R മിനിമം, റേഡിയസ് ഓഫ് ഗൈറേഷന്റെ മിനിമം, അല്ലെങ്കിൽ L/R മിനിമം. അതാണ് സ്ലെൻഡർനെസ് റേഷ്യോ.
ലെസ് ദാൻ 12 ആണെങ്കിൽ അത് ഷോർട്ട് കോളം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in limit state define a concrete block for flexure. The area of stress block is taken as എത്രയാണെന്നാണ് ചോദിച്ചത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കറിയാം 0.36 FCK XU ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ കോൺക്രീറ്റ് നമ്പർ എന്ന് വിചാരിച്ചോളൂ. ഇതിന്റെ ന്യൂട്രൽ ആക്സിസ് ആണ്. ടോപ്പിലുള്ളത് കംപ്രഷൻ സോൺ ആണ്, ബോട്ടത്തിലുള്ളത് ടെൻഷൻ സോൺ ആണ്. സോ ഇവിടെ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിതിന്റെ സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ അപ്പൊ അങ്ങനെയാണ് വരുന്നത്. റെക്ടാങ്കുലാർ പരാബോളിക് ആണ് അല്ലെ. ഇങ്ങനെ വരും. താഴെ റീഇൻഫോഴ്സ്മെന്റ്, ഇങ്ങോട്ടേക്ക് സ്ട്രെസ് വരും. ടോട്ടൽ എത്രയാണ്? ഇതിന്റെ നമ്മൾ എക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇത്രയും ഭാഗം എന്ന് പറയുന്നത് 3/7 XU ആണ്. അടിഭാഗം എത്രയാണ്? 4/7 XU ആണ്. 4/7 XU ആണ്. ഓക്കെ, ഇവിടെ ടോപ്പില് ടോപ്പില് 0.45 SCK വരും അല്ലെ. ബോട്ട് എന്താണ്? 0.87 FY. അപ്പൊ നമ്മളോട് ചോദിച്ചാൽ എന്താണ്? ഏരിയ ഓഫ് ദ സ്ട്രെസ് ബ്ലോക്ക് ഈസ് ടേക്കൺ ആസ്. അപ്പൊ ഈ സ്ട്രെസ് ബ്ലോക്കിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെക്ടാങ്കുലർ പോർഷന്റെ ഏരിയ പ്ലസ് ഈ ഒരു പരാബോളിക് പോർഷന്റെ ഏരിയ ആണ്. റെക്ടാങ്കുലർ പോർഷന്റെ ഏരിയ പ്ലസ് പരാബോളിക് പോർഷന്റെ ഏരിയ. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് C is equal to റെക്ടാങ്കുലർ പോർഷന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 0.45 FCK ഇൻറ്റു 3/7 വരും. പിന്നെ ഉള്ളത് പരാബോളിക്കിന്റെ ഏരിയ ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0.36 FCK XU എന്നാണ് കിട്ടുക. അപ്പൊ അത് ബൈഹാർട്ട് പഠിച്ചു വെക്കുക. കാരണം അത് നമുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഏരിയ ഓഫ് സ്ട്രെസ് ബ്ലോക്ക് ഈസ് 0.36 FCK XU ആണ്. 0.36 FCK XU. അപ്പൊ എങ്ങനെയാണ് ഇത് കിട്ടുന്നതെന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 0.36 FCK XU. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോയ്സൺസ് റേഷ്യോ ഓഫ് കോൺക്രീറ്റ്. വെരി സിമ്പിൾ ആണ്. എത്രയാണ് പോയ്സൺസ് റേഷ്യോ ഓഫ് കോൺക്രീറ്റ് വരുന്നത്? ആ റേഞ്ച് എന്ന് പറയുന്നത് 0.1 to 0.3 ആണ് പോയ്സൺസ് റേഷ്യോ ഓഫ് കോൺക്രീറ്റ്. ആ റേഞ്ചിന് വരുന്നത് എവിടെയാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ആണ് അല്ലെ. 0.15 to 0.25. കറക്റ്റ് 0.1 to 0.3 ആണ് പോയ്സൺസ് റേഷ്യോ ഓഫ് കോൺക്രീറ്റ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ വേ സ്ലാബ് ആർ ദോസ് വിച്ച് മോസ്റ്റ് ഓഫ് ദ ലോഡ് ഈസ് ക്യാരിഡ് ബൈ ഡാഷ് ബാൻ. വൺ വേ സ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? LY/LX റേഷ്യോ ഗ്രേറ്റർ ദാൻ 2 ആയിട്ട് വരുന്നതാണ് വൺ വേ സ്ലാബ് അല്ലെ. വൺ സൈഡ് ലാർജർ സ്പാൻ ആയിരിക്കും, മറ്റേ സൈഡ് ഷോർട്ടർ സ്പാൻ ആയിരിക്കും. അപ്പൊ ബെൻഡിങ് എങ്ങനെയാണ് നടക്കുന്നത്? പ്രിഡോമിനന്റ് ബെൻഡിങ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും നടക്കുന്നത്. അപ്പൊ നമ്മുടെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് എവിടെ കൊടുക്കണം? ഷോർട്ട് സ്പാൻ. അപ്പൊ ഷോർട്ട് സ്പാൻ ആണ് വൺ വേ സ്ലാബിൽ ക്രിട്ടിക്കൽ ആയിട്ട് വരുന്നത്. മോസ്റ്റ് ഓഫ് ദ ലോഡ് ഈസ് ക്യാരിഡ് ബൈ ഷോർട്ട് സ്പാൻ. അതുകൊണ്ടാണ് അവിടെ ബെൻഡിങ് വരുന്നത്. അവിടെയാണ് നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. സോ ഷോർട്ടസ്റ്റ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്, ഷോർട്ടസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോഡുലസ് ഓഫ് റപ്ചർ ഓഫ് M25 കോൺക്രീറ്റ് മേ ബി ടേക്കൺ ആസ്. അപ്പൊ മോഡുലസ് ഓഫ് റപ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FCR ആണ്. മോഡുലസ് ഓഫ് റപ്ചർ FCR എന്താണ് ഇക്വേഷൻ? FCR ഈസ് ഈക്വൽ ടു 0.7 റൂട്ട് FCK. അപ്പൊ നമ്മളോട് ചോദിച്ചത് M25 ആണ്. സോ 0.7 ഇൻറ്റു റൂട്ട് 25 വിച്ച് ഈസ് ഈക്വൽ ടു 0.7 ഇൻറ്റു 5. ഇപ്പൊ എത്ര ഇടും? 3.5 അല്ലെ. സോ മോഡുലസ് ഓഫ് റപ്ചർ ഫോർ M25 കോൺക്രീറ്റ് ഈസ് 3.5. ഇക്വേഷൻ പഠിച്ചു നോക്കണം. FCR ഈക്വൽ ടു 0.7 റൂട്ട് FCK. Next question, slenderness ratio of member is defined as the ratio of the effective length to dash of a section. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കോളത്തിന്റെ കേസ്. സ്ലെൻഡർനെസ് റേഷ്യോ is equal to ratio of the effective length, L effective length to radius of gyration, അല്ലെങ്കിൽ least lateral dimension നമ്മൾ പറയാറുണ്ട് radius of gyration, minimum radius of gyration R minimum. Radius of gyration. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Next question, a dash section is on in which the area of tension seen is such that
The ultimate limit state, the ultimate compression strain in concrete is reached. However, the tensile strain in steel is less than the yield stress. So അവിടെ എന്താണ് പറഞ്ഞത്? A section in on which the area of tension steel is such that ultimate limit state, the ultimate compression strain in concrete is reached. അപ്പോൾ compression strain in concrete ആണ് ആദ്യം എത്തിയത്. However, the tensile strain in steel is less than the yield stress. അത് ഏത് ടൈപ്പ് ഓഫ് ആണ്? ഏത് ടൈപ്പ് ഓഫ് സെക്ഷൻ ആയിരിക്കും അത്? ബാലൻസ്ഡ്, അണ്ടർ റീൻഫോഴ്സ്ഡ്, ഓവർ റീൻഫോഴ്സ്ഡ് ഓർ കോമ്പോസിറ്റ്? അപ്പൊ എന്താണ്? കോൺക്രീറ്റിലാണ് ഫസ്റ്റ് സ്ട്രെയിൻ റീച്ച് ചെയ്യുന്നത് ദാൻ ദ സ്റ്റീൽ അല്ലെ. സോ ദാറ്റ് ഈസ് എ ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ. ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷനിലാണ് ഫസ്റ്റ് കോൺക്രീറ്റിലായിരിക്കും ഫസ്റ്റ് സ്ട്രെയിൻ ചെയ്യുന്നത്, പിന്നെയാണ് സ്റ്റീലിൽ വരുന്നത്. അണ്ടർ റീൻഫോഴ്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീലിലായിരിക്കും ഫസ്റ്റ് സ്ട്രെയിൻ റീച്ച് ചെയ്യുന്നത്, അതിന് ശേഷമാണ് കോൺക്രീറ്റിലോട്ടേക്ക് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In design practice of beam, the span to depth ratio is generally taken in the range. ബീമിന്റെ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചത്. എത്രയാണ് വരുന്നത്? നമുക്കറിയാം, നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന് 7 ആണ്, കാന്റിലിവർ ബീമിന് 7 ആണ്, സിംപ്ലി സപ്പോർട്ടഡിന് 20 ആണ്, കണ്ടിന്യൂസ് ബീമിന് 25 ആണ്. പക്ഷെ ആക്ച്വൽ ഡിസൈൻ പ്രാക്ടീസിൽ നമ്മൾ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ നമ്മൾ എതിന് മിനിമൈസ് ചെയ്യും? 10 to 16, 10 to 16 നമ്മൾ മിനിമൈസ് ചെയ്യുന്നത്. In design practice of beam, span to depth ratio is generally taken in the range 10 to 16. 10 to 16 ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൗണ്ടർ ഫോർട്ട് റിട്ടൈനിങ് വാൾ ഇസ് എക്കണോമിക്കൽ ഫോർ ഹൈറ്റ് എബോവ്. അപ്പൊ നമ്മൾ കൗണ്ടർ ഫോർട്ട് റിട്ടൈനിങ് വാൾ, കാന്റിലിവർ റിട്ടൈനിങ് വാൾ, ഗ്രാവിറ്റി റിട്ടൈനിങ് വാൾ, സെമി ഗ്രാവിറ്റി റിട്ടൈനിങ് വാൾ ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ കൗണ്ടർ ഫോർട്ട് റിട്ടൈനിങ് വാൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹൈറ്റ് മോർ ദാൻ 7 മീറ്റർ ആകുമ്പോഴാണ് നമ്മൾ കൗണ്ടർ ഫോർട്ട് റിട്ടൈനിങ് വാൾ അവിടെ ഉപയോഗിക്കുന്നത്. കാരണം ഹൈറ്റ് കൂടുമ്പോൾ എന്താണ്? മൊമെന്റ് ജനറേറ്റ് ചെയ്യുന്നു. ആ മൊമെന്റ് അക്കൗണ്ട് ചെയ്യണമെങ്കിൽ തിക്നെസ് ഓഫ് ദ ബേസ് സ്ലാബ്, തിക്നെസ് ഓഫ് ദ സ്റ്റെം ഒക്കെ നമ്മൾ കൂട്ടേണ്ടതായിട്ട് വരും. സോ അത് എക്കണോമിക്കൽ അല്ല. അതിന് പകരം ഈ മൊമെന്റിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൗണ്ടർ ഫോഴ്സ് അല്ലെങ്കിൽ ബട്രസ് കൊടുക്കും അല്ലെ. അപ്പൊ ഹൈറ്റ് അബോവ് 7 മീറ്റർ ആകുമ്പോഴാണ് നമ്മൾ കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് നേരത്തെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഗ്രാവിറ്റി വാൾ ആണെങ്കിൽ നമ്മൾ ആ ഒരു ഹൈറ്റ് റേഞ്ച് വരുന്നത് 3 to 4 മീറ്റർ ആണ്. കാന്റിലിവർ റീറ്റെയിനിങ് വാൾ ആണെങ്കിൽ ആ ഒരു ഹൈറ്റ് റേഞ്ച് വരുന്നത് 6 to 8 മീറ്റർ ആണ്. കൗണ്ടർ ഫോർട്ട് റീറ്റെയിനിങ് വാൾ ആണെങ്കിൽ ആ ഹൈറ്റ് റേറ്റ് വരുന്നത് മോർ ദാൻ 7 മീറ്റർ അല്ലെങ്കിൽ മോർ ദാൻ 8 മീറ്റർ ആണ്. മോർ ദാൻ 8 മീറ്റർ ആണ് നമ്മൾ സാധാരണയായിട്ട് പറയാറ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a singly reinforced concrete beam, if the stress in concrete reaches its design strength later than the stress in steel reaches in design strength, then the beam is said to be simple. ഇവിടെ എന്താണ് പറഞ്ഞത്? നമ്മുടെ സ്ട്രെസ് ഇൻ സ്റ്റീൽ ആണ് ആദ്യം റീച്ച് ചെയ്യുന്നത്, അതിനുശേഷമാണ് സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് റീച്ച് ചെയ്യുന്നത്. അപ്പൊ സ്ട്രെസ് ഇൻ സ്റ്റീൽ ഫസ്റ്റ് റീച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർ റീൻഫോഴ്സ്ഡ് ആണ്. അപ്പൊ സ്റ്റീൽ ഫസ്റ്റ് സ്ട്രെസ് റീച്ച് ചെയ്തതിന് ശേഷമാണ് കോൺക്രീറ്റിൽ സ്ട്രെസ് റീച്ച് ചെയ്യുന്നത്. ദാറ്റ്സ് എ ടൈപ്പ് ഓഫ് സെക്ഷൻ ഈസ് അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ. നേരെ മറിച്ച് കോൺക്രീറ്റിലാണ് ഫസ്റ്റ് സ്ട്രെസ് റീച്ച് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഓവർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ. രണ്ടിലും ഒരേ സമയത്താണ് സ്ട്രെസ് റീച്ച് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് ബാലൻസ്ഡ് സെക്ഷൻ. ആൻസർ എന്താണ്? കറക്റ്റ് ആൻസർ ഈസ് അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ. അണ്ടർ റീൻഫോഴ്സ്ഡ് സെക്ഷൻ. ദ സ്ട്രെസ് ഇൻ സ്റ്റീൽ റീച്ചസ് ഫസ്റ്റ്. Next question. Recommendation for International Code of Practice for Reinforced Concrete published by European Committee for Concrete in 1963 is known as. ആർ സി സിയുടെ പബ്ലിഷ് ചെയ്ത, യൂറോപ്യൻ കമ്മിറ്റി പബ്ലിഷ് ചെയ്ത 1963 ആ ഒരു കോഡ് ഏതാണ്? അതാണ് നമ്മൾ ബ്ലൂ ബുക്ക് എന്നാണ് പറയാട്ടോ. ഇന്റർനാഷണൽ കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പബ്ലിഷ്ഡ് ബൈ യൂറോപ്യൻ കമ്മിറ്റി ഫോർ കോൺക്രീറ്റ് ഇൻ 1963 is known as called ബ്ലൂ ബുക്ക്.
ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ബ്ലൂ ബുക്ക് ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനിമം ഏരിയ ഓഫ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് ഇൻ എ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബിം. മിനിമം ഏരിയ ഓഫ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് എത്രയാണ്? 0.4% ഓഫ് ദ ബി ഡി ആണ്. 0.4% ഓഫ് ബി ഡി. 0.4% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.04 ബി ഡി. അതാണ് മിനിമം ഏരിയ ഓഫ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് ഡബ്ല്യു റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. 104 ബി ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആർ സി സി റീറ്റൈനിങ് വാൾ ദ ഷിയർ കീ ഈസ് പ്രൊവൈഡഡ് ഇഫ്. നമ്മൾ റീറ്റൈനിങ് വാൾ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് വെൻ ഷിയർ ഈസ് സ്മോൾ അല്ലെ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് വെൻ ദ റീറ്റൈനിങ് വാൾ ഈസ് നോട്ട് സേഫ് അഗൈൻസ്റ്റ് സ്ലൈഡിങ്. സ്ലൈഡിങ്ങിൽ സേഫ് ആവാതിരിക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇവിടെ താഴെ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഷിയർ കീ കൊടുക്കുന്നത്. ഷിയർ സ്ട്രെസ് ഇൻ വെർട്ടിക്കൽ സ്റ്റെം ഈസ് മോർ ദാൻ എക്സസീവ്. ഷിയർ ഫോഴ്സ് ഇൻ ദ ടോ സ്ലാബ് ഈസ് മോർ ദാൻ ദാറ്റ് ഇൻ ദ ഹീൽ സ്ലാബ്. റീറ്റൈനിങ് വാൾ ഈസ് നോട്ട് സേഫ് അഗൈൻസ്റ്റ് സ്ലൈഡിങ്. Retaining wall is not safe against overturning. The retaining wall is not safe against sliding. സ്ലൈഡിങ്ങിന് സേഫ് അല്ലാതിരിക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഷിയർ കീ പ്രൊവൈഡ് ചെയ്യുന്നത്. Next question, the total compressive force at the time of failure of concrete beam section of earth beam without considering the partial safety factor of material. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ സ്ട്രെസ് ബ്ലോക്കിന്റെ ഏരിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സ്ട്രെസ് ബ്ലോക്കിന്റെ ടോപ്പ് ഭാഗം തന്നെയാണ് കംപ്രഷൻ സോൺ. സോ 0.36 എഫ് സി കെ ബി എക്സ് യു അതാണ് കംപ്രസീവ് ഫോഴ്സ്. ഇതൊക്കെ നമ്മൾ ടെൻസൈൽ ഫോഴ്സ് എത്രയാണ്? 0.87 എഫ് വൈ എ എസ് പി. കംപ്രസീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0.36 എഫ് സി കെ ബി എക്സ് യു. ടെൻസൈൽ ഫോഴ്സ് ടി ഈസ് ഈക്വൽ ടു 0.87 എഫ് വൈ എ എസ് പി. കംപ്രസീവ് ഫോഴ്സ് ആണ് ചോദിച്ചത്. ആൻസർ എത്രയാണ്? 0.36 എഫ് സി കെ ബി എക്സ് യു. ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിത്തൗട്ട് കൺസിഡറിംഗ് ദ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഓഫ് മെറ്റീരിയലിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പോർഷൻ മിസ്സായി പോയി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡറിംഗ് ദ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ആണ് 0.36 എഫ് സി കെ ബി എക്സ് വരുന്നത്. നമ്മളോട് ചോദിച്ചത് എത്രയാണ്? വിത്തൗട്ട് കൺസിഡർ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. വിത്തൗട്ട് കൺസിഡറിംഗ് ദ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എത്രയാണ് വരുന്നത് നമുക്ക് നോക്കാം. നമ്മളെ സ്ട്രെസ് ബ്ലോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കൺസിഡറിംഗ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ആണ് ടോട്ടല് 0.45 എഫ് സി കെ ടോപ്പിൽ വരുന്നത്. വിത്തൗട്ട് കൺസിഡർ ആണെങ്കിൽ എത്രയാണ്? 0.67 എഫ് സി കെ ആണ്. 0.67 എഫ് സി കെ ആണ് വരുന്നത്. ഇവിടെയാണ് കംപ്രസീവ് ഫോഴ്സ് എങ്കിൽ സി. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് 3/7 എക്സ് യു ആണ്. ബോട്ടം എന്ത് വരും? 4/7 എക്സ് യു. 4/7 എക്സ് യു. ഓക്കെ. ആൻഡ് ഇവിടെ എന്ത് വരും? 0.87 എഫ് വൈ. 0.87 എഫ് വൈ. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് കംപ്രസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു റെക്ടാങ്കുലർ പോർഷനും നമ്മൾ ഈ പരാബോളിക് പോർഷനും കൺസിഡർ ചെയ്യണം. റെക്ടാങ്കുലർ പോർഷൻ നമുക്ക് നോക്കാം. 3/7 എക്സ് യു ഇൻറ്റു 3/7 എക്സ്, ദാറ്റ് ഈസ് റെക്ടാങ്കിളിന്റെ ഏരിയ. 3/7 എക്സ് യു ഇൻറ്റു ടോപ്പിന് 0.67 എഫ് സി കെ ഇൻറ്റു ബി. 0.67 എഫ് സി കെ ഇൻറ്റു ബി. ഓക്കെ. ദെൻ പരാബോളിക് വരുമ്പോൾ നമുക്കറിയാം പരാബോളിക് 2/3 പാർട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. 2/3 പാർട്ടാണ് പരാബോളയുടെ ഏരിയ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. 2/3 ഇൻറ്റു ദാറ്റ് കോയിഫിഷ്യന്റ് ഓഫ് പരാബോള ഇൻറ്റു ബാക്കി അടിഭാഗം 4/7 എക്സ് യു ഇൻറ്റു 4/7 എക്സ് യു ഇൻറ്റു പിന്നെ എന്താണ് ബാക്കി ഈ ഭാഗം 4/7 എക്സ് യു ഇൻറ്റു ഈ ഭാഗം വരുന്നത് ഇത് 4/7 എക്സ് യു ആണ്. ഈ പോർഷൻ 4/7 എക്സ് യു ആണ് ഇൻറ്റു 0.67 എഫ് സി കെ ബി ഇൻറ്റു 0.67 എഫ് സി കെ ഇൻറ്റു ബി. So C equal to compressive force equal to 3/7, that is rectangle area into width plus parabola area into width. So C equal to 3/7 XU into 0.67 FCKB plus 2/3 into 4/7 XU into 0.67 FCKB. Okay. അപ്പൊ ഇതിൽ നമുക്ക് എന്താണ് 0.67 എഫ് സി കെ ബി രണ്ടിനും നമുക്ക് എന്താണ് കോമൺ ആയിട്ട് എടുക്കാം അല്ലെ.
0.67 FCKB നമുക്ക് രണ്ടിനും കോമൺ ആയിട്ട് എടുക്കാം. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.54 ആണ് വരിക. 0.54. ഓക്കെ, വിത്തൗട്ട് കൺസിഡറിംഗ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ പറഞ്ഞുകൊണ്ടാണ് ടോപ്പിൽ എന്ത് വന്നത്, ടോപ്പ് കംപ്രഷൻ ഫൈബറിൽ 0.67 FCK എന്ന് പറഞ്ഞത്. അപ്പൊ കൺസിഡറിംഗ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.67/1.5 എത്ര വരും, 0.45 FCK ആണ് വരിക അല്ലെ. ടോപ്പിൽ 0.45 FCK, ആ ഒരു വ്യത്യാസം ഉണ്ട്. 0.45 FCK ആണെങ്കിലാണ് നമുക്ക് എന്ത് ആൻസർ കിട്ടുന്നത്, 0.36 FCK BXU എന്നുള്ളത്. സോ വിത്തൗട്ട് കൺസിഡറിംഗ് ദ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു 0.67 ഡിവൈഡഡ് ബൈ 1.5 ചെയ്തിട്ട് കിട്ടുന്ന 0.45 അല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വിത്തൗട്ട് കൺസിഡറിംഗ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1.5 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട. 0.67 ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ മുന്നേ എടുത്ത 0.45 പകരം ടോപ്പ് ഫൈബറിൽ 0.67 ആണ് വരും. സോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 0.54 ആണ് ആൻസർ കിട്ടുന്നത്. ശ്രദ്ധിക്കണം, നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകരുത്. വിത്തൗട്ട് കൺസിഡറിംഗ് ദ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ആൻസർ എത്രയാണ് വരുന്നത്, 0.54 FCK BXU ആണ് റൈറ്റ് ആൻസർ. 0.54 FCK BXU. Next question. The characteristic strength of concrete is defined as the compressive strength below which not more than, നമ്മൾ നേരത്തെ നോക്കിയതാണ്, നോട്ട് മോർ ദാൻ 5% ഓഫ് ദ ടെസ്റ്റ് റിസൾട്ട് ആർ എക്സ്പെക്ടഡ് ടു ഫോൾ. 5% ആണ് ആൻസർ വരും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ദ മോഡുലസ് ഓഫ് റപ്ചർ ഓഫ് കോൺക്രീറ്റ് ഈസ്, FCR എന്ന് പറഞ്ഞാൽ എന്താ, 0.7 റൂട്ട് FCK. മോഡുലസ് ഓഫ് റപ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് അണ്ടർ ബെൻഡിങ് ആണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഡയറക്റ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് അല്ല, ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെങ്ത് അല്ല, ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് അല്ല, ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് അണ്ടർ ബെൻഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോഡുലസ് ഓഫ് റപ്ചർ ഓഫ് കോൺക്രീറ്റ്. ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് അണ്ടർ ബെൻഡിങ് ഈസ് മോഡുലസ് ഓഫ് റപ്ചർ ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, ബാക്കി കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഓൾ.